ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ പഴയ ഒരു വാഗണറാണ്, 4 സിലിണ്ടർ വാഗണർ. ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് ഇതിന്റെ ടെമ്പറേച്ചർ ഗേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ വാഹനം ഒരു തവണ എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെക്കാനിക്കൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൂളൻ ടെമ്പറേച്ചർ സെൻസർ മാറിയായിരുന്നു എന്നുള്ളതാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അതിനുശേഷവും നമ്മുടെ മീറ്ററിൽ പ്രോപ്പറായിട്ട് ടെമ്പറേച്ചറിന്റെ റീഡിങ് മീറ്ററിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 88% ആൾക്കാരും വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോൾഡ് ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ പഴയ മോഡൽ വാഗണറാണ്, 4 സിലിണ്ടർ പഴയ വാഗണർ. ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻറ്റ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഗേജ് പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ ടെമ്പറേച്ചർ ഗേജ് സി എന്നുള്ള ലെവലിൽ തന്നെയാണ് കിടക്കുന്നത്, ഒരിടത്തും പൊങ്ങുന്നില്ല. ഈ ശരിക്കും നമ്മുടെ എഞ്ചിൻ ഇപ്പോൾ കോൾഡ് കണ്ടീഷൻ അല്ല, ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചറെങ്കിലും മിനിമം കാണും. പക്ഷേ ഇതിൻ്റെ ടെമ്പറേച്ചർ ഗേജിൻ്റെ സൂചി ഒട്ടും തന്നെ മൂവ് ചെയ്യുന്നില്ല, ആ സി എന്നുള്ള ലെവലിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗേജ് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുമ്പോഴും പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് നമുക്ക് സിസ്റ്റം വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്കൊന്ന് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് കണ്ടീഷനിലും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ നമുക്കൊന്ന് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതും വേറെ വാണിംഗ് ലാമ്പോ അങ്ങനെ ഒന്നും തന്നെ മീറ്ററിലില്ല. നമ്മുടെ കൂളൻ്റ് ടെമ്പറേച്ചർ ഇപ്പോഴും സിയിൽ, അതായത് കൂളുന്നുള്ള പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ കൂളൻ്റ് തണുത്ത് കിടക്കുന്ന അവസ്ഥയിലാണെന്നാണ് നമുക്ക് മീറ്റർ നോക്കിയാൽ മനസ്സിലാവുക. നമുക്കൊന്ന് സ്കാൻ ടൂൾ കണക്ട് ചെയ്ത് നോക്കാം. സ്കാൻ ടൂൾ വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ DTC ഒന്നും തന്നെ ഇല്ല. നമ്മളിതിൽ ECT, അതായത് എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് ഈ ECT വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂളൻ്റിൻ്റെ ടെമ്പറേച്ചർ 79 ഡിഗ്രി സെൽഷ്യസ് കൂളൻ്റിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ നമ്മുടെ മീറ്ററിൽ ഇപ്പോഴും കോൾഡ് കണ്ടീഷനിലാണ് ടെമ്പറേച്ചർ, അത് കൂളൻ്റിൻ്റെ ടെമ്പറേച്ചർ എന്നാണ് മീറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിങ് പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റീഡിങ് കാണിക്കാത്തതിന് ചിലപ്പോൾ ഇതിൻ്റെ ECT, എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ കംപ്ലയിൻറ്റ് കൊണ്ടുവരാം, അതുപോലെ വയറിങ് കംപ്ലയിൻറ്റ് കൊണ്ടുവരാം, ഈ മീറ്റർ കംപ്ലയിൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെൻസറൊക്കെ ഓൾറെഡി മാറിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻസർ ചെക്ക് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ റൂമിൽ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി, കണ്ടില്ലേ, ഈ ലൊക്കേഷനിൽ നിന്നാണ് എയർ ഫിൽറ്റർ നമ്മൾ മാറുന്നത്. ഒരു 10ൻ്റെ ബോൾട്ടും പിന്നെ പൈപ്പിൻ്റെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഊരി മാറ്റാം. അതിൻ്റെ നേരെ ഈ താഴത്ത് കാണുന്ന ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ ഹൗസിങ്, അതുപോലെ കുറച്ച് പൈപ്പുകളൊക്കെ നമ്മൾ പുതിയത് കാണുന്നുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ സെൻസറും പുതിയതായിട്ടാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പുകളൊക്കെ പുതിയതാണ്. അപ്പോൾ ഇത് അവർ മെക്കാനിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ദ്രവിച്ചു പോയ കേസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ECT സെൻസർ, അഥവാ എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. എൻജിനിലുള്ള കൂളൻ്റിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സെൻസറിൻ്റെ ദൗത്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ റീഡിങ് ECMനും കൈമാറും, അതുപോലെ തന്നെ മീറ്ററിലും നമുക്ക് കാണിക്കും. ഇതിൽ ECMലേക്ക് പോകുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് റേഡിയേറ്റർ ഫാൻ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ തണുത്തിരിക്കുമ്പോഴും എൻജിൻ ചൂടായിരിക്കുമ്പോഴുമുള്ള ഫ്യൂവൽ എക്കോണമി, അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ റീഡിംഗ് ഉപയോഗിച്ചാണ് വാഹനത്തിൽ നടക്കുന്നത്. ചില വാഹനങ്ങളിൽ മീറ്ററിൽ ടെമ്പറേച്ചർ ഗേജ് കാണിക്കുന്നതിന് വേണ്ടി ഒരു സെൻസറും ECMന് ടെമ്പറേച്ചറിൻ്റെ ഡാറ്റ കിട്ടുന്നതിന് വേറൊരു സെൻസർ, അതായത് 2 സെൻസർ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഉണ്ട്. നമ്മുടെ വാഹനം 2 സെൻസറും കൂടി ഒരുമിച്ചാക്കിയിട്ടുള്ള മോഡൽ സെൻസർ ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സെൻസറിൻ്റെ കപ്ലർ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇഗ്നിഷൻ ഓഫ് ആക്കിയിട്ടേ അത് ഊരാൻ പാടുള്ളൂ. ഇനി ഈ സെൻസറിൻ്റെ കപ്ലറിൻ്റെ സൈഡിൽ ഒരു പ്രസ് ചെയ്യണ ഭാഗമുണ്ട്, അവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഞാൻ ബാക്കോട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വയറിൽ പിടിച്ച് വലിച്ചാൽ വയർ പൊട്ടിപ്പോണ്ട പഴയ വണ്ടിയാണല്ലോ. ഈ കാണുന്നതാണ് അതിൻ്റെ പ്രസ് ചെയ്യണ ഭാഗം. ഓക്കെ, നമുക്കിനി പിന്നിൻ്റെ ഹോൾസൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കപ്ലർ നോക്കുമ്പോഴേക്കും ഇതിൽ 3 പിൻ ഹോൾസ് കാണുന്നുണ്ടാവും നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള. അതിലെന്തെങ്കിലും ക്ലാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നാണ് നോക്കിയത്, അതൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബാക്കിൽ 3 വയർ വന്നിട്ടുണ്ട്, ഓറഞ്ച്, ഗ്രീൻ, അതുപോലെ യെല്ലോയിൽ ബ്ലൂ ലൈനുള്ള ഒരു വയറുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഗ്രീനും ഓറഞ്ചും ECMലേക്കും, ഈ യെല്ലോയിൽ ബ്ലൂ വരുന്ന വയർ
മീറ്ററിലേക്കുമാണ് പോയിരിക്കുന്നത്. അത് കണക്ഷൻസ് നമുക്ക് നോക്കാം. അതിൻ്റെ പിന്നിൻ്റെ ഉള്ളിൽ ക്ലാവൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തു. ഇതിൽ മുകളിലുള്ള രണ്ട് പിന്നിന് മുകളിലും ഒരു പിന്ന് താഴത്തുമായിട്ടാണ് വരുന്നത്. ഇതിൽ രണ്ട് മുകളിലുള്ള പിന്നാണ് ECMലേക്ക് പോകുന്നത്. അതിൻ്റെ അടിയിൽ കാണുന്ന ഇത് ലോക്ക് മേളിൽ വന്ന രീതിയിൽ പിടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കാണുന്ന ഈ യെല്ലോയിൽ ബ്ലൂ വയർ വരുന്ന കണക്ഷനാണ് നമ്മുടെ മീറ്ററിലേക്ക് പോകുന്നത്. അപ്പം നമുക്കിനി മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ യെല്ലോയിൽ ബ്ലൂ വയർ ഷോർട്ട് ചെയ്താൽ അറിയാൻ പറ്റും. നോർമൽ നമ്മൾ ഗ്രൗണ്ടായിട്ടല്ല ഷോർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് ഒരു ബൾബ് വഴി നമ്മൾ ഈ യെല്ലോയിൽ ബ്ലൂവിലേക്ക് ഒരു നെഗറ്റീവ് ഷോർട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് മീറ്റർ വർക്കിംഗ് ആണോ വയറിങ് ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വയറിങ് എന്തെങ്കിലും കട്ടുണ്ടോ എന്ന് നോക്കണം. സാധാരണ ഇതിൻ്റെ ഗിയർ ബോക്സ് അങ്ങനെ എന്തെങ്കിലും കയറ്റുമ്പോൾ ഈ വയർ ഇടയിൽ ജാമായി പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ CMB സെൻസറിൻ്റെ വയർ ഇതുപോലെ തന്നെ ജാമായൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഗിയർ ബോക്സിൻ്റെ അടിയിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. പ്രോപ്പറായിട്ട് തന്നെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി അടിയിൽ കൂടി പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇടയിൽ ലോക്കായിട്ടൊന്നുമില്ല. സാധാരണ ഗിയർ ബോക്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ജാമായി പോയിട്ട് വയർ കട്ടായി പോകുന്ന കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഉള്ളിലത്തെ പിന്നിലൊന്നും വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല, ക്ലാവൊന്നും കാണുന്നില്ല, അതും ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വയർ ഷോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഗേജ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കപ്ലർ ഊരിയിട്ടിട്ട് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്താൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ അത് എന്തെങ്കിലും എമർജൻസി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. കാരണം ഞാൻ താക്കോൽ ഓണാക്കി ഇവിടെ റേഡിയേറ്റർ ഫാൻ ഓണായി. ഞാനിത് കപ്ലർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫാൻ ഓഫാവും. അപ്പോൾ നമ്മൾ താക്കോൽ ഓഫാക്കിയിട്ട് ഇത് ഊരാൻ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഇഗ്നിഷൻ ഓൺ കണ്ടീഷനിലാണ് ഈ കപ്ലർ റിമൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഊരുമ്പോൾ തന്നെ ഫാൻ കറങ്ങും. അപ്പോൾ കൈയൊക്കെ ഇടയിലാണെങ്കിൽ കൈയിൻ്റെ ഇടയിൽ പോയി പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇഗ്നിഷൻ ഓഫ് ആക്കിയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ കപ്ലർ റിമൂവ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ റേഡിയേറ്റർ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സെൻസറൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടൊക്കെ വണ്ടി ഓടിച്ചിട്ടൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി മീറ്റർ പരിശോധിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ മീറ്റർ കാണുന്നുണ്ടാവും, അതിൽ C തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. നമ്മൾ ഇഗ്നിഷൻ ഓഫ് കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കിനി ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ ഒരു ടെസ്റ്റ് ലാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രസ്സിംഗ് ബൾബിൻ്റെ ഒരു ടെസ്റ്റ് ലാമ്പാണ്. 2 വയർ അതിൽ നിന്ന് വരുന്നുണ്ട്. ഇതിൽ ഒരു പിന്ന് നമ്മുടെ കപ്ലറിലെ യെല്ലോയിൽ ബ്ലൂവിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഈ യെല്ലോയിൽ ബ്ലൂവിൽ നമ്മുടെ ബൾബിൻ്റെ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചു. മറ്റേ വയർ നമ്മളിനി ECT സെൻസർ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ തെർമോസ്റ്റാറ്റിൻ്റെ ആ ഹൗസിങ്ങിൻ്റെ ഭാഗത്ത് മുട്ടിച്ച് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹൗസിങ് വഴി എർത്ത് ബൾബിലൂടെ കയറി നമ്മുടെ കണക്ഷനിലൂടെ മീറ്ററിലേക്ക് ചെല്ലുകയും മീറ്ററിന് എർത്ത് കിട്ടുമ്പോഴേക്കും മീറ്ററിൽ ആ ഗേജിൻ്റെ റീഡിങ് പ്രോപ്പറായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഷോർട്ട് ചെയ്ത് ഞാൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഇഗ്നിഷൻ ഓൺ ചെയ്തപ്പോഴേക്കും ജസ്റ്റ് മീറ്റർ ഒരു പൊടിക്ക് അനങ്ങിയതല്ലാതെ വേറെ വ്യത്യാസമൊന്നും വന്നില്ല. സാധാരണ നമ്മൾ അങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മീറ്ററിൻ്റെ സൂചി Hലേക്ക് പോകും, അതായത് ഫുൾ റീഡിങ് കാണിക്കും. പക്ഷെ നമ്മുടെ മീറ്ററിൽ കാണിക്കുന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ബോഡിയിൽ എർത്ത് മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ബോഡിയിൽ നിന്നുള്ള എർത്ത് ബൾബിൻ്റെ ഫിലമെൻറ്റിലൂടെ കയറി ഇറങ്ങി സെൻസറിൻ്റെ കപ്ലർ വഴിയാണ് ഇപ്പോൾ മീറ്ററിലോട്ട് കിട്ടുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഒരു ക്ലാമ്പിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താക്കോൽ ഓൺ ആക്കുമ്പോഴേക്കും മീറ്റർ H എന്നുള്ള, അതായത് ഹോട്ട് ഫുൾ എന്നുള്ള ലെവലിലോട്ട് പൊങ്ങിയിട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മളിപ്പോൾ എർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ക്ലാമ്പിലാണ്. അതുപോലെ നിങ്ങൾ ഈ ബൾബിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബൾബ് ചെറിയ രീതിയിൽ കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നെഗറ്റീവ് എടുത്തിരിക്കുന്നത് എയർ ഫിൽറ്ററിൻ്റെ ക്ലാമ്പിൽ നിന്നാണ്. ഇത് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ ഹൗസിങ് പിടിപ്പിച്ചിരിക്കുന്ന അതേ ബോൾട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കുമ്പോഴേക്കും പ്രോപ്പറായിട്ട് തന്നെ ഗേജ് കാണിക്കുന്നുണ്ട്. നമ്മളൊന്നും കൂടി ECT സെൻസർ പിടിപ്പിച്ചേക്കണ ഹൗസിങ്ങിലേക്ക് നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ കണക്ഷൻ നമ്മളിപ്പോൾ നമ്മുടെ കപ്ലറിലെ യെല്ലോ ബ്ലൂയിൽ തന്നെയാണ്. നമുക്കിനി ഇഗ്നിഷൻ ഒന്നും കൂടി ഞാൻ ഓണാക്കുകയാണ്. നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി, ഇപ്പോഴും അനക്കമില്ല. അപ്പം നമ്മൾ ക്ലാമ്പിൽ കൊടുത്തപ്പോൾ മാത്രമേ നമ്മുടെ ഗേജ് വർക്ക് ചെയ്തുള്ളൂ. ഇനി ഈ കണ്ടീഷനിൽ തന്നെ ഞാനിപ്പോൾ അവിടെ ക്ലാമ്പിലോട്ട് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ക്ലാമ്പിലോട്ട് അവിടെ കണക്ഷൻ കൊടുത്തു. അവിടെ കണക്ഷൻ കൊടുത്തപ്പോഴേക്കും H എന്നുള്ള വാല്യൂയിലോട്ട് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ECT സെൻസർ പിടിപ്പിച്ചേക്കണം ഈ ബോഡി കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഗേജ് കാണിച്ചില്ല. പക്ഷേ ഈ ക്ലാമ്പിൽ കൊടുത്തപ്പോഴേക്കും നമുക്ക് അവിടെ ഗേജ് കാണിച്ചു. ഈ ECT സെൻസർ പിടിപ്പിച്ചേക്കുന്ന ഹൗസിങ്ങും ഈ ക്ലാമ്പും ഈ വരുന്ന ത്രെഡിൽ, അതായത് എൻജിൻ ബ്ലോക്കിൽ നിന്ന് വരുന്നതാണ് ഈ ത്രെഡുള്ള സ്റ്റഡി. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഈ രണ്ടും കണക്ട് ചെയ്തത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ECT പിടിപ്പിച്ചേക്കുന്ന ഹൗസിങ് ഉള്ളത്. പക്ഷേ അതിൻ്റെ നെറ്റ് പിടിപ്പിച്ചേക്കുന്ന ഭാഗത്താണ് നമ്മുടെ ക്ലാമ്പ് വരുന്നത്. പക്ഷേ നമുക്ക് ക്ലാമ്പിൽ കിട്ടുന്നുണ്ട്, നമ്മുടെ ഹൗസിങ്ങിൽ കിട്ടുന്നില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ
ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് പോസിറ്റീവിൽ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് കൊടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. ഇനി നമ്മൾ ഇതിൻ്റെ ത്രെഡിൽ കണക്ഷൻ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ടെസ്റ്റ് ലാമ്പ് ഓൺ ആവുന്നുണ്ട്. അതായത് എർത്ത് ആ ത്രെഡിൽ കിട്ടുന്നുണ്ട്, അതുപോലെ ഈ ക്ലാമ്പിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ECT സെൻസർ പിടിപ്പിച്ചേക്കണം ആ ഹൗസിങ്ങിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ECT സെൻസറിൻ്റെ ബോഡിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേക്കും അവിടെ നമുക്ക് എർത്ത് വരുന്നില്ല. അതായത് നെഗറ്റീവ് ലൈൻ ആ സെൻസറിൻ്റെ അവിടെയോ ആ ബോഡിയിലോ കിട്ടുന്നില്ല. എൻജിനിൽ കൊടുത്തപ്പോഴും വർക്ക് ചെയ്തു, ഇപ്പുറത്തെ ക്ലാമ്പിൽ കൊടുത്തപ്പോഴും നമുക്ക് ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്തു. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ടിരിക്കുന്ന ഈ യൂണിറ്റിൽ ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇത് പിടിപ്പിച്ചിരിക്കുന്നത് രണ്ടറ്റത്തും ഇതുപോലെ 2 ഇൻസുലേറ്റർ വെച്ചിട്ടുണ്ട്. പാക്കിംഗ് ആണ്, ആ പാക്കിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബോൾട്ടിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 2 പാക്കിംഗ് ഉള്ളതുകൊണ്ട് ഈ നടുക്കത്തെ ഈ ഹൗസിംഗ് പീസിന് നെഗറ്റീവ് കിട്ടുന്നില്ല. അതായത് ബോഡിയായിട്ടത് ടച്ച് ആയിട്ടില്ല. അപ്പോൾ അത് കാരണം അവിടെ നെഗറ്റീവ് ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ലഭിച്ചാൽ മാത്രമാണ് നമ്മുടെ ECT സെൻസറിൻ്റെ ഗേജ് കാണിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ഉള്ളിലുള്ള NTC, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻസി എന്ന് പറയുന്ന NTC സെൻസറിൻ്റെ ഒരു എൻഡ് ഇതിൻ്റെ ബോഡിയിൽ നിന്നാണ്, അതായത് സെൻസറിൻ്റെ ബോഡിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റേ എൻഡാണ് നമ്മുടെ മീറ്ററിലേക്ക് പോകുന്നതിന് വേണ്ടി വിടുന്നത്. അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് നെഗറ്റീവ് കിട്ടേണ്ടത്, ഇത് പിടിപ്പിച്ചിരിക്കുന്ന ബോഡിയിൽ നിന്ന് സെൻസറിന് നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ നമുക്കവിടെ റീഡിങ് മീറ്ററിൽ കാണിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ ബോഡിയിൽ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഗേജ്, ടെമ്പറേച്ചർ ഗേജ് വർക്ക് ചെയ്യാത്തത്. ബോഡിയിൽ നിന്ന് നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ സെൻസറിലൂടെ നെഗറ്റീവ് കയറി മീറ്ററിലോട്ട് എത്തുകയുള്ളൂ. പക്ഷേ അതേസമയം നമ്മുടെ എൻജിനിലും എൻജിൻ്റെ ത്രെഡ് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചിരിക്കുന്ന ക്ലാമ്പിലും എല്ലാം നമുക്ക് എർത്ത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഹൗസിങ്ങിലേക്ക്, തെർമോസ്റ്റാറ്റ് പിടിപ്പിച്ചിരിക്കുന്ന ഹൗസിങ്ങിലേക്ക് ഈ ത്രെഡിൽ നിന്ന് ഒരു നെഗറ്റീവ് കൊടുക്കാവുന്ന എന്നുള്ളത് മാത്രമാണ്. സാധാരണഗതിയിൽ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തപ്പോഴേക്കും, അതായത് അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അത് അഴിച്ചപ്പോഴേക്കും അതൊന്നല്ലെങ്കിൽ മിസ്സായി പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവിച്ച് പൊട്ടിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും. സാധാരണ നോർമലി അങ്ങനെ ഒരു എർത്ത് അവിടെ വരാറുണ്ട്. അപ്പോൾ ആ എർത്ത് മെയിനായിട്ടൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു 8ൻ്റെ ത്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊരു 8ൻ്റെ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പിടിപ്പിച്ചിരിക്കുന്ന മെയിൻ ബ്രാക്കറ്റിലേക്ക് 12ൻ്റെ നെറ്റ് ഇട്ടിട്ട് നമ്മ ഒരു വയർ അതിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ടെസ്റ്റർ വെച്ച് പരിശോധിക്കുമ്പോഴേക്കും അതിൻ്റെ ECTയുടെ ഹൗസിങ്ങിലും നെഗറ്റീവ് പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഈ കാണുന്ന വയർ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ടാണ് നമുക്ക് അവിടെ എർത്ത് കിട്ടാതിരുന്നത്. സാധാരണഗതിയിൽ അവിടെ ഒരു വയർ ഉണ്ടാവാറുണ്ട്. ഇവരത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഊരിയപ്പോൾ ആ വയർ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ഇടാൻ മറക്കുകയോ ചെയ്തതുകൊണ്ടായിരിക്കാം ഇതങ്ങനെ സംഭവിച്ചത്. ഇനി നമുക്ക് കപ്ലറിലുള്ള മറ്റ് 2 വയർ നോക്കാം. ഈ 2 വയർ ഒരെണ്ണം ഓറഞ്ച് കളറും ഒരെണ്ണം ലൈറ്റ് ഗ്രീൻ കളറുമാണ് ഉള്ളത്. ഇത് രണ്ടും ECMലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു റേഡിയേറ്റർ ഫാൻ ഒരു 98 ഡിഗ്രി ആകുമ്പോഴേക്കും ഫാൻ ഓൺ ആവണം, 94 ഡിഗ്രി ആകുമ്പോൾ ഫാൻ ഓഫ് ആവണം. ഇത് കൺട്രോൾ ചെയ്യുന്നതും ഈ വാഹനത്തിന് എൻജിൻ തണുത്തിരിക്കുമ്പോഴും ചൂടുള്ളപ്പോഴുമുള്ള ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനും വേണ്ടിയുള്ള ഡാറ്റ എല്ലാം ഈ കാണുന്ന 2 വയറിലൂടെയാണ് ECT സെൻസറിൽ നിന്നും ECMലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ECT സെൻസറിൻ്റെ കണക്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താക്കോൽ ഓണാക്കി നോക്കാം. നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്തു. ഇഗ്നേഷൻ ഓൺ ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ മീറ്റർ ചെറിയ രീതിയിൽ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സിസ്റ്റം വെച്ചിട്ട് സിസ്റ്റത്തിൽ എത്ര ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിസ്റ്റം ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ 2 തവണ താക്കോൽ ഓഫാക്കി ഓണാക്കി നോക്കിയതാണ്. നമുക്ക് നേരത്തെ സീന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എർത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തപ്പോഴേക്കും അത് അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ സിസ്റ്റം വെച്ചിട്ടൊന്ന് എത്ര ഡിഗ്രിയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ കൂളിംഗ് ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു ഹാഫ് എത്തുമ്പോഴേക്കും റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അപ്പോൾ നമുക്കിനി സ്കാനിങ് ടൂൾ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കാനിങ് ടൂൾ കണക്ട് ചെയ്യുമ്പോഴേക്കും എൻജിനിൽ ഇപ്പോൾ ഒരു ഹിസ്റ്ററി കോഡ് കാണിക്കുന്നുണ്ട്. കാര്യം നമ്മൾ സെൻസറൊക്കെ ഊരി താക്കോൽ ഓണാക്കിയായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ ഒരു ഹിസ്റ്ററി കോഡ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെങ്കിലും. അപ്പോൾ നമ്മുടെ DTC കാണിക്കുന്നത് P0118 എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സർക്യൂട്ട് ഹൈ. നമുക്ക് കപ്ലർ ഊരിയും കുത്തിയൊക്കെ ചെയ്തതിൻ്റെ സംഭവം വന്നതാണ്. അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്യുകയാണ്. പിന്നെ P0115 എന്ന് പറഞ്ഞൊരു DTC വരാറുണ്ട്. അതിൻ്റെ ചെറിയൊരു നോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും അത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ DTC ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഹനം നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എത്ര ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് സ്കാൻ ടൂളിലൊന്ന് പരിശോധിക്കാം. നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാക്കിയിട്ട് ടെമ്പറേച്ചർ ഗേജ് കാണിക്കുന്നുണ്ട്. നമുക്കിനി ഡാറ്റ ലിസ്റ്റിൽ ഇപ്പോൾ എത്രയാണ് കാണിക്കുന്നത് നോക്കാം. ഇതിൽ ECT എന്നുള്ള വാല്യൂ 57 ഡിഗ്രിയാണ് കാണിക്കുന്നത്.
57, 69 ഡിഗ്രി, 70 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഗേജ് കയറി വരുന്നുണ്ട്. ആണല്ലേ, നേരത്തെ ഒട്ടും തന്നെ ഇത് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റേഡിയേറ്റർ ഫാനും കൂടി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 98 ഡിഗ്രി ആയപ്പോഴേക്കും നമ്മുടെ ഫാൻ ഓൺ ആയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഗേജ് സെൻറ്ററാണ്, ഹാഫ് റേഞ്ചാണ്. ആണല്ലേ, ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 94 ഡിഗ്രി ആകുമ്പോൾ ഫാൻ ഓഫ് ആകും. ഇപ്പോൾ 94 ഡിഗ്രി, ഓക്കെ, 94, 93 ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഫാൻ ഓഫായി. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഗേജ് അവിടെ തന്നെ നിൽക്കുന്നതാണ്, മേളിലോട്ടും ഇല്ല, ജസ്റ്റ് ഒരു പൊടി താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗേജൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. റേഡിയേറ്റർ കറക്റ്റായിട്ട് തന്നെ ടെമ്പറേച്ചർ സെൻറ്റർ ആകുമ്പോഴേക്കും റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഒരു എർത്ത് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതുകൊണ്ടായിരുന്നു നമ്മുടെ വാഹനത്തിൻ്റെ ഗേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിരുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിസ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.